ഡേവിഡ് 2 വർഷത്തിനിടയിൽ 690 തവണ സ്പേം ഡൊണേറ്റ് ചെയ്തിട്ട് $24,000 ഉണ്ടാക്കി. ഇവനിത് വെറും ഒരു വരുമാന മാർഗമായിട്ടാണ് കണ്ടായിരുന്നത്. 20 വർഷങ്ങൾ കഴിഞ്ഞ് ഇവനെതിരൊരു കേസ് വരാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഡൊണേറ്റ് ചെയ്ത 690 സ്പേമിൽ 533 എണ്ണം സക്സസ്ഫുൾ പ്രഗ്നൻസി ആയി. ഇവനിപ്പോ 533 കുട്ടികളുടെയും ബയോളജിക്കൽ ഫാദർ ആണ്. ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ 142 കുട്ടികൾ ചേർന്നിട്ട് ഇവന്റെ ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തേക്കാണ്. ഇവൻ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഞെട്ടും. ഇവന്റെ ലോയർ എന്നിട്ട് ഇവൻ ആ 142 കുട്ടികളുടെയും ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഫയൽ കൊണ്ടു കൊടുക്കും. ഡേവിഡിന് ആ കുട്ടികളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹം തോന്നിയിട്ട് ആ ഫയലിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്ത് നോക്കാണ്. ഇവനത് തുറന്നു നോക്കുമ്പോൾ അതിൽ കാണുന്നത് വിശ്വസിക്കാനേ പറ്റണില്ല. ഇവന്റെ മകൻ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്. ഇത് തന്നെയായിരുന്നു ഇവന്റെയും ചെറുപ്പത്തിൽ ആഗ്രഹം. ഇപ്പൊ അവന്റെ മോൻ അവൻ വിചാരിച്ച പോലെ ജീവിക്കാണ്. ഇവൻ എന്നിട്ട് മോന്റെ മാച്ച് കാണാൻ വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് വാങ്ങിയിട്ട് കളി കാണാൻ പോകും. ഇവന്റെ മോനാണെങ്കിൽ ഒരു നല്ല പ്ലെയർ ആണ്. ഇവൻ സൂപ്പറായിട്ട് കളിച്ച് വിന്നിംഗ് ഗോൾ അടിക്കാണ്. ഇത് കണ്ടിട്ട് ഡേവിഡിന് ഭയങ്കര സന്തോഷമായിട്ട് ഒച്ചയിൽ അവനെ ചിയർ ചെയ്യാൻ തുടങ്ങും. ഡേവിഡ് എന്നിട്ട് വീട്ടിൽ പോയിട്ട് വേറൊരു മോനെ കുറിച്ചുള്ള ഫയൽ ഓപ്പൺ ചെയ്യാണ്. അതിലാണെങ്കിൽ ഹാൻസം ആയിട്ടുള്ള അവന്റെ മകൻ ഒരു ബാരിസ്റ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യണേന്നാണ് കൊടുത്തേണത്. ഡേവിഡ് എന്നിട്ട് മോൻ വർക്ക് ചെയ്യണ കഫേയിലേക്ക് പോകും. ഇവൻ എന്നിട്ട് ഒരു കോഫി ഓർഡർ ചെയ്തിട്ട് മോനോട് സംസാരിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇവന്റെ മകനാകെ ടെൻഷനിലായതുകൊണ്ട് ഇവൻ സംസാരിക്കണത് ഇഷ്ടാവണില്ല. പിന്നീടാണ് ഡേവിഡിന് ഇവന്റെ മോനൊരു ആക്ടർ ആവാനാണ് ആഗ്രഹം എന്നും ഇന്നാണെങ്കിൽ അവനൊരു ഓഡീഷൻ ഉണ്ടെന്നും അറിയണത്. പക്ഷെ അവന്റെ കഫേ ബോസ് അവന് ലീവ് കൊടുത്തില്ല. പോരാത്തതിന് ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവന് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമെന്നും പറയും. ഇവന് ഈ ജോലി നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഓഡീഷനിൽ എങ്ങാനും ഫെയിൽ ആയി കഴിഞ്ഞ് ഈ ജോലി ഇല്ലാണ്ട് ഇവന് ജീവിക്കാൻ പറ്റില്ല എന്ന് ഇവൻ അറിയാം. ഡേവിഡ് ഇതൊക്കെ കേട്ടിട്ട് വിഷമമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാറിൽ പോയിരുന്നിട്ട് അവന്റെ എല്ലാ മക്കളുടെ ലൈഫ് എളുപ്പമല്ല എന്നൊക്കെ ആലോചിക്കാണ്. ഇവന് മോനെ സഹായിക്കണം എന്ന് തോന്നിയിട്ട് ഇവൻ തിരിച്ച് കഫേയിലേക്ക് ചെന്നിട്ട് മോൻ അവന്റെ കാറിന്റെ കീ കൊടുത്തിട്ട് പോയി ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് നിന്റെ ഷിഫ്റ്റ് ഞാൻ കവർ ചെയ്യാന്ന് പറയും. ഇവനിത് കേൾക്കുമ്പോൾ ആദ്യം ഒരു കൺഫ്യൂഷൻ തോന്നുമെങ്കിലും പിന്നെ ഡേവിഡിനെ വിശ്വസിച്ചിട്ട് അവിടെ നിന്ന് പോവും. ഈ മോൻ പോയ ഉടനെ തന്നെ അവന്റെ ബോസ് വന്നിട്ട് ജോലി നോക്കാണ്ട് പോയോണ്ട് അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കും. ഇത് കേട്ടിട്ട് ഡേവിഡിന് വിഷമാവാണ്. അവൻ കാരണം അവന്റെ മോന്റെ ജോലി പോയല്ലോ എന്ന് ആലോചിച്ച്. പക്ഷെ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അവന്റെ മോൻ അങ്ങോട്ട് വന്നിട്ട് ഓഡീഷനിൽ സക്സസ് ആയെന്ന് പറയുവനോട്. ഈ സംഭവങ്ങളൊക്കെ കാരണം ഡേവിഡ് ഒരു തീരുമാനം എടുക്കും അവന്റെ എല്ലാ മക്കളെയും കാണാൻ പോണം എന്ന്.